PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്ന മൊഡ്യൂളിനകത്തെ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡ് ഓഫ് ഇൻകം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതിൽ ഇൻകം ഫ്രം സാലറി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ആദ്യമേ തന്നെ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ്ഡ് ആകാം. എന്താണ് ഇൻകം ഫ്രം സാലറി? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡ് ഓഫ് ഇൻകവുമായി ബന്ധപ്പെട്ട സെഷൻസ് സെഷൻ 15, സെഷൻ 16 ആൻഡ് സെഷൻ 17 ആണ്. ഇൻകം ടാക്സ് ആക്ട് 1961 സെഷൻ 15, 16, 17 ഈ 3 സെഷനുകളിലാണ് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡ് ഓഫ് ഇൻകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. കാണാതെ തന്നെ പഠിച്ചോളുക. അതിൽ സെഷൻ 15 പറയുന്നത് ചാർജബിലിറ്റിയെ പറ്റിയാണ്. ക്ലിയർ ആണോ? ഏത് സാലറിയെയാണ് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിനകത്ത് ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യേണ്ടത്? ക്ലിയർ അല്ലേ? സാലറി ഡ്യൂ, സാലറി പെയ്ഡ് ഓർ അലൗഡ്, ദോ നോട്ട് ഡ്യൂ, അരിയേഴ്സ് ഓഫ് സാലറി. ക്ലിയർ അല്ലേ? ഇവയൊക്കെയാണ് ചാർജബിൾ ആയിട്ടുള്ള സാലറികളായിട്ട് വരുന്നത്. സോ അതിനെപ്പറ്റി പറയുന്നതെല്ലാം സെഷൻ 15 ഇനി സെഷൻ 16 പറയുന്ന ഡിഡക്ഷൻസാ, അതായത് സാലറി ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാം. കുറച്ചു കഴിഞ്ഞാൽ അത്രയും കുറവ് ഇൻകമേ നിങ്ങൾക്ക് ടാക്സിന് വേണ്ടി പരിഗണിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഡിഡക്ഷൻ, സാലറി ഇൻകമായി എന്ത് പരിഗണിക്കണം? സെഷൻ 15. പരിഗണിച്ചതിനകത്തുനിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ അനുവാദമുണ്ട്? അത് 16. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലൗഡ് ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇത്ര രൂപ കുറയ്ക്കാൻ അലൗഡ് ആണ്. പ്ലസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് എന്തെങ്കിലും എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറയ്ക്കാം, ലിമിറ്റ്സ് ഉണ്ട്. അതുപോലെ പ്രൊഫഷണൽ ടാക്സ് നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും കുറയ്ക്കാം. ഇത് സെഷൻ 16 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. ഇനി സെഷൻ 17 പറയുന്നത് മീനിങ്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മീനിങ് പറയുന്നതാണ് സെഷൻ 17. ക്ലിയർ ആണോ? സെഷൻ 17. ഇങ്ങനെ സെഷൻ 15, 16, 17 ഈ 3 സെഷനുകളാണ് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡ് ഓഫ് ഇൻകവുമായി ഡീൽ ചെയ്യുന്ന സെഷൻസ് എന്ന് പറയുന്നത്. ഏത് ആക്ടിലാണ്? ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ അല്ലേ? യെസ്. ഇനി ഡിഡക്ഷൻ ഫോർ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഡിഡക്ഷൻ ഏത് സെഷനിലാണ് പറയുന്നത്? സെഷൻ 16 പറയുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസിനുള്ള ഡിഡക്ഷൻ ഫോർ ഗവൺമെൻറ് എംപ്ലോയി അതുപോലെ പ്രൊഫഷണൽ ടാക്സ് ആർ അലവബിൾ ഓൺലി അണ്ടർ ദ ഓപ്ഷണൽ ടാക്സ് റെജീം. 2 തരത്തിലുള്ള ടാക്സ് റെജീം ഉണ്ട്. ഒന്ന് ഡിഫോൾട്ട് ടാക്സ് റെജീമും അതുപോലെ ഓപ്ഷണൽ. ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ആ ഒരു റെജീമിലേക്ക് ആദ്യം വരുന്നത്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആ റെജീം വേണ്ട, എനിക്ക് ഈ ഒരു റെജീം മതി എന്നും പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ് ഓപ്ഷണൽ റെജീം അതുപോലെ തന്നെ ഡിഫോൾട്ട് റെജീം എന്നുള്ളത്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഇഫ് ദ എംപ്ലോയി എക്സസൈസ് ഓപ്ഷൻ ഓഫ് ഷിഫ്റ്റിംഗ് ഔട്ട് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജീം പ്രൊവൈഡഡ് അണ്ടർ സെഷൻ 115 BAC 1A. ക്ലിയർ ആണോ? ഡിഫോൾട്ട് ടാക്സ് റെജീം പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിലാണ്. സെഷൻ 115 BAC സബ്സെഷൻ 1A. അതിലാണ് ഡിഫോൾട്ട് ടാക്സ് റെജീം പറയുന്നത്. അപ്പം നമ്മളുടെ അസസി പറയുകയാണ് എനിക്ക് ഈ ഡിഫോൾട്ട് ടാക്സ് റെജീം വേണ്ട, ഞാൻ ഓപ്ഷണൽ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുകയാണ്. ക്ലിയർ ആണോ? അങ്ങനെ ഓപ്ഷണൽ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്താലാണ് അവർക്ക് എന്ത് കിട്ടുക? ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സിൻ്റെ ഒക്കെ ഡിഡക്ഷൻ ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ സെയിം ഈസ് നോട്ട് അലൗഡ് അണ്ടർ ഡിഫോൾട്ട് ടാക്സ് റെജീം അണ്ടർ സെഷൻ 115 BAC ഓൾസോ. ഓക്കെ ആണോ? ഈ സെഷൻ 115 BAC സബ്സെഷൻ 1A 115 BAC ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാലറിയുമായി ബന്ധപ്പെട്ട പ്രധാന കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇനി സാലറി എന്ന ഹെഡ് ഓഫ് ഇൻകത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇതുവരെ എന്താ പഠിച്ചത്? 3 സെഷൻസ് പഠിച്ചു. സെഷൻ 15 ചാർജബിലിറ്റി, സെഷൻ 16 ഡിഡക്ഷൻ, സെക്ഷൻ 17 മീനിങ്. ക്ലിയർ അല്ലേ? എന്നിട്ട് അതിനുശേഷം നമ്മൾ നോക്കി ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സും ഒക്കെ ആർക്കാണ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളത്? ഏത് റെജീം പ്രകാരം ഉള്ളവർക്കാണ്? ഓപ്ഷണൽ ടാക്സ് റെജീമിലുള്ളവർക്കാണ്. അതിൻ്റെ സെഷൻസ് നമ്മൾ നോക്കി. ഇനിയും സാലറി എന്ന ഹെഡ് ഓഫ് ഇൻകവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാകണം.
ക്ലിയർ ആണോ? എന്നാൽ മാത്രമേ അതിനെ സാലറി എന്ന ഹെഡിനകത്ത് കൊണ്ടുപോയി കാണിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഒരു പൈസ കിട്ടിയാൽ അതിനെ സാലറി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് സാലറി ലഭിക്കണം. ഏതൊരു വ്യക്തി നിങ്ങളുടെ എംപ്ലോയർ എന്ന് പറയാൻ സാധിക്കത്തില്ല. അവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ ഒരു വ്യക്തി എംപ്ലോയറും മറ്റൊരു വ്യക്തി എംപ്ലോയിയും ആകത്തുള്ളൂ. ഈ റിലേഷനിൽ നിന്ന് ഉടലെടുക്കുന്ന, ക്ലിയർ ആണോ, ഒരു പേയ്മെന്റ് ആയിരിക്കണം, എന്നാലേ അതിനെ സാലറി എന്ന് വിളിക്കാനായി സാധിക്കത്തുള്ളൂ. Every payment made by an employer to his employee for service rendered would be chargeable to tax as salary. Employer ഏതൊരു പേയ്മെന്റ് എംപ്ലോയിക്ക് കൊടുക്കുന്നു, എംപ്ലോയി കൊടുത്ത സർവീസിന് പകരമായി ഏതൊരു പേയ്മെന്റ് കൊടുത്താലും അത് സാലറി എന്ന ഹെഡിൽ ടാക്സബിൾ ആണ്. Before an income can become chargeable under the head salary, it is vital that there should exist between payer and payee the relationship of an employer and an employee. ഒരു ഇൻകത്തെ സാലറി എന്ന ഹെഡിൽ കൊണ്ട് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നോക്കണം അവിടെ എംപ്ലോയി റിലേഷൻ ഉണ്ടോ, എങ്കിൽ മാത്രമേ അത് സാലറി എന്ന ഹെഡിനകത്ത് ചാർജബിൾ ആകത്തുള്ളൂ. സോ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഇൻകം ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഹെഡ് ഇൻകം ഫ്രം സാലറി. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കോൺസെപ്റ്റ് ഫുൾ ടൈം ഓർ പാർട്ട് ടൈം എംപ്ലോയ്മെന്റ്. Once the relationship of employer and employee exists, the income is to be charged under head salary. Employer relation ഉണ്ടെങ്കിൽ ആ ഇൻകം സാലറി എന്ന ഹെഡിൽ ചാർജ് ചെയ്യും. It does not matter whether the employee is a full time employee or part time employee. ഒരു എംപ്ലോയി ഫുൾ ടൈം എംപ്ലോയി ആണോ പാർട്ട് ടൈം എംപ്ലോയി ആണോ നോക്കണ്ട. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൻ്റെ ഭാഗമായി പൈസ കിട്ടിയെങ്കിൽ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ ചാർജ് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. An employee work with more than one employer. ഒന്നിൽ കൂടുതൽ എംപ്ലോയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സാലറി റിസീവ് ഫ്രം ഓൾ ദ എംപ്ലോയർ ഷുഡ് ബി ക്ലബ്ഡ് ആൻഡ് ബ്രോട്ട് ടു ചാർജ് ഫോർ ദ റിലവൻറ്റ് പ്രീവിയസ് ഇയർ. ഫോർ എക്സാമ്പിൾ, ഞാൻ 4 വർക്ക് ചെയ്യുന്നുണ്ട്. A, B, C and D 4 പേരും എൻ്റെ എംപ്ലോയേഴ്സാണ്. എയിൽ നിന്ന് 10,000, ബിയിൽ നിന്ന് 10,000, സിയിൽ നിന്ന് 10,000, ഡിയിൽ നിന്ന് 10,000, ഇങ്ങനെ 40,000 രൂപ എനിക്ക് സാലറി എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട, ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് 40,000 ആയിട്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കും. എൻ്റെ ഇൻകം ഫ്രം സാലറി 40,000. ഐ ക്ലബ്ഡ് ഓൾ ദിസ് സാലറി ഇൻകംസ് ടുഗെദർ വിച്ച് ഐ ഗോട്ട് ഫ്രം മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സ്. പിടികിട്ടിയോ? അപ്പം നിങ്ങൾ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതൊരു പൈസ എംപ്ലോയർ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായി ലഭിക്കുന്നു, ഇറ്റ് ഈസ് ഗിവൺ ടു യുവർ ഹെഡ് ഇൻകം ഫ്രം സാലറി. ഓക്കെ അല്ലേ? യെസ്. മൂന്നാമത്തെ പോയിന്റ്, ഫോർ ഗോയിങ് ഓഫ് സാലറി. Once salary accrues, the subsequent waiver by the employee does not absolve him from liability to income tax. Such waiver is only an application and hence chargeable to tax. അതായത് നിങ്ങൾ സാലറി വേണ്ടാന്ന് വെച്ചു എന്നാൽ പോലും അത് നിങ്ങളുടെ സാലറി ആയി കണക്കാക്കും. വൺ സാലറി അക്രൂസ്, നിങ്ങൾ സാലറി ഏൺ ചെയ്തു. അക്രൂ ചെയ്യാന്ന് പറഞ്ഞാൽ സാലറി ഏൺ ചെയ്തു. നിങ്ങൾ ഈ മാസം പണിയെടുത്തു, ഈ മാസത്തെ സാലറി കിട്ടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. That means salary is accrued, income accrued. കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. ഇങ്ങനെ കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല എന്ന നിലയ്ക്ക് ഒരു ഇൻകം വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയാം എനിക്ക് ഈ ഇൻകം വേണ്ട, നിങ്ങളത് വേവ് ചെയ്യുവാണ്. ക്ലിയർ ആണോ? വേണ്ട എന്ന് പറയുവാണ് ബൈ ദി എംപ്ലോയി. ക്ലിയർ ആണോ? അങ്ങനെ വേണ്ടാന്ന് വെച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ഇനി ഇത് സാലറി ഇൻകമായി കാണിക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഓൾറെഡി ഏൺ ചെയ്തു ആ സാലറി. നിങ്ങളത് വേണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്, പക്ഷേ ഇറ്റ് വിൽ ബി ചാർജബിൾ ടു ടാക്സ്. ഇറ്റ് വിൽ ബി ചാർജബിൾ ടു ടാക്സ്. ക്ലിയർ ആണോ? ചില ആൾക്കാർ ചില മാസത്തെ സാലറി അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേണ്ടാന്ന് വെക്കും. എന്തിനു വേണ്ടി? ആ പെർട്ടിക്കുലർ ഇൻകം ടാക്സ് സ്ലാബിൽ മുകളിൽ പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനാണ് പറഞ്ഞത്. വേണ്ട, ഒരു മാസത്തെ സാലറി വേണ്ടാന്ന് വെച്ചാലും ആ മാസത്തെ സാലറി എടുത്തേ പറ്റൂ. ചില ആൾക്കാരുടെ ടോട്ടൽ പാക്കേജ് ചിലപ്പോൾ ഈ 12 ലക്ഷം, ഇപ്പോഴത്തെ പാക്കേജ് മിനിമം അതാണല്ലോ, 12 lakh ആണ് സ്ലാബ് റേറ്റ് ആയിട്ട് വരും. അതിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. അതാണ്, അതിനകത്ത് വേറെ കുറേ ഇൻ്റർപ്രിട്ടേഷൻസും ഉണ്ട്. ബട്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കാം. അവരുടെ പാക്കേജ് അതിന് തൊട്ട് താഴെ വന്നിരിക്കുക, തൊട്ട് മുകളിൽ വന്ന് നിൽക്കുക. ഒരു 2 മാസത്തെ സാലറി വേണ്ടാന്ന് വെച്ചു. ക്ലിയർ ആണോ? അങ്ങനെ പാക്കേജ് അല്ലെങ്കിൽ ആ 12K താഴേക്ക് അല്ലെങ്കിൽ 12 lakh താഴേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർഗോയിങ് ഓഫ് സാലറിയും ടാക്സബിൾ ആണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് സറണ്ടർ ഓഫ് സാലറി. സാലറി സറണ്ടർ ചെയ്യാം. ക്ലിയർ ആണോ? ഹവർ ഇഫ് ആൻ എംപ്ലോയി സറണ്ടർ ഇസ് സാലറി ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 2 ഓഫ് ദ വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി. ഫോർ എക്സാമ്പിൾ, ഫ്ലഡ് വന്നു. ഫ്ലഡ് വന്നപ്പോഴത്തേക്ക്
ആസ് എ ഗവൺമെൻറ് എംപ്ലോയി അല്ലെങ്കിൽ പോട്ടെ ഒരു പ്രൈവറ്റിലെ എംപ്ലോയി ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ 2 മാസത്തെ സാലറി സറണ്ടർ ചെയ്ത് ഗവൺമെൻറ്റിന്, ഞങ്ങൾക്ക് സാലറി വേണ്ട, ഗവൺമെൻറ് ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്തു. അങ്ങനെ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ദ സാലറി സോ സറണ്ടേഡ്, സറണ്ടർ ചെയ്യുന്നത് അണ്ടർ സെക്ഷൻ 2 ഓഫ് വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി ഇൻ ഇൻകം ടാക്സ് ആക്ട് 1961 ആയിരിക്കണം. ക്ലിയർ ആണോ? അങ്ങനെ സറണ്ടർ ചെയ്താൽ മാത്രം, ഈ സെക്ഷൻ പ്രകാരം സറണ്ടർ ചെയ്താൽ മാത്രം ദ സാലറി സോ സറണ്ടേഡ് വുഡ് ബി എക്സെപ്റ്റ് വൈൽ കമ്പ്യൂട്ടിംഗ് ടാക്സബിൾ ഇൻകം. ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പം അങ്ങനെ സറണ്ടർ ചെയ്ത സാലറി നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ എടുത്തേ പറ്റുള്ളൂ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. സറണ്ടർ ചെയ്യുകയാണ് അണ്ടർ സെക്ഷൻ 2 ഓഫ് വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 ആണെങ്കിൽ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി ആക്ട് 1961 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കത് എക്സംഷൻ ആയിട്ട് എടുക്കാം, ടാക്സബിൾ ആയിരിക്കത്തില്ല. ഓക്കെ അല്ലേ? അടുത്തത് സാലറി പെയ്ഡ് ടാക്സ് ഫ്രീ. In other words, means that employer bear the burden of the tax on salary of the employee. ഏതെങ്കിലും ഒരു കേസ് നിങ്ങളുടെ എംപ്ലോയർ ആണ് നിങ്ങൾക്ക് തരുന്ന സാലറിയുടെ ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ടാക്സ് ഫ്രീ സാലറിയാണ്. ആ കേസിൽ ദ ഇൻകം ഫ്രം സാലറി ഇൻ ദ ഹെഡ് ഓഫ് എംപ്ലോയ് വിൽ കൺസിസ്റ്റ് ഓഫ് എ സാലറി ഇൻകം ആൻഡ് ഓൾസോ ദ ടാക്സ് ഓൺ ദിസ് സാലറി പെയ്ഡ് ബൈ എംപ്ലോയർ. ക്ലിയർ ആണോ? നിങ്ങളുടെ സാലറി ഇൻകവും വരും, പ്ലസ് എംപ്ലോയർ ആ സാലറിയുടെ മേൽ പേ ചെയ്ത ടാക്സും കൂടെ നിങ്ങളുടെ ഇൻകത്തിനകത്ത് വരും, ഇൻകം ഫ്രം സാലറി ഹെഡിനകത്ത് വരും. ഫോർ എക്സാമ്പിൾ എൻ്റെ സാലറി 10,000 രൂപ, അതിൻ്റെ മേലുള്ള ടാക്സ് ഒരു 1000 രൂപ എൻ്റെ എംപ്ലോയർ തന്നെ അടച്ചു, എനിക്ക് സാലറി തരുന്ന ആ ഒരു മുറയ്ക്ക് തന്നെ പുള്ളി അടച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇൻകം എന്ന് പറയുന്നത് 10,000 പ്ലസ് അയാൾ അടച്ച ടാക്സ് 1000, 11,000 രൂപ ഞാൻ ഹെഡ് ഓഫ് ഇൻകം ഫ്രം സാലറിയിൽ കാണിക്കണം. പക്ഷേ ആസ് പെർ സെഷൻ 10 സബ്സെഷൻ 10 CC, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ നോൺ മോണിറ്ററി പെർക്യൂസിറ്റ് ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയി വുഡ് ബി എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് എംപ്ലോയി. ഇൻകം ടാക്സ് ആക്ടിൽ സെഷൻ 10 എക്സംഷൻസ് ആ പറയുന്നത്. സെഷൻ 10 സബ്സെഷൻ 10 CC പ്രകാരം ഇത്തരത്തിൽ എംപ്ലോയർ തന്നെ സാലറിയുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് എടുക്കാം. അതിൻ്റെ മേൽ നിങ്ങൾ വീണ്ടും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഇൻകം ആയിട്ട് ഞാൻ 11,000 കാണിക്കും, പക്ഷേ എക്സംഷൻ ഉള്ളത് കൊണ്ട് 10,000 മാത്രം കാണിച്ചാൽ മതി, എൻ്റെ സാലറി മാത്രം കാണിച്ചാൽ മതി, ഹെഡ് ഓഫ് ഇൻകം ഫ്രം സാലറി. അതാണ് സാലറി പെയ്ഡ് ടാക്സ് ഫ്രീക്കകത്ത് പറയുന്നത്. പിന്നെ പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി അണ്ടർ സെഷൻ 9(1) സാലറി ഏൺഡ് ഇൻ ഇന്ത്യ ഇസ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ഈവൻ ഇറ്റ് ഇസ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ക്ലിയർ ആണോ? അതായത് ഞാൻ ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത്, ഇന്ത്യയിലെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത്, പക്ഷേ എനിക്ക് സാലറി തരുന്നത് ആ കമ്പനിയുടെ UK-യിലുള്ള ഹെഡ് ഓഫീസാണ്. കാരണം ഞാൻ UK-യിലാണ് താമസിക്കുന്നത്, ഇന്ത്യയിലാണ് എൻ്റെ ജോലി, ഇന്ത്യയിൽ വന്ന് ഞാൻ ജോലി ചെയ്യും, പക്ഷേ എനിക്ക് സാലറി കിട്ടുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. പക്ഷേ ആ സാലറി വാസ് ഏൺഡ് ഇൻ ഇന്ത്യ, അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ഈവൻ ദോ ദ പേയ്മെന്റ് വാസ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഇറ്റ് ഈസ് പെയ്ഡ് ഓർ പേയബിൾ ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ കം ടു ആൻ എൻഡ്. ക്ലിയർ ആണോ? അതാണ് പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി എന്ന് പറയുന്നത്. ഇഫ് ആൻ എംപ്ലോയി ഈസ് പെയ്ഡ് പെൻഷൻ എബ്രോഡ് ഇൻ റെസ്പെക്ട് ഓഫ് സർവീസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ ദ സെയിം വിൽ ബി ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ. ക്ലിയർ ആണോ? അപ്പം ഔട്ട്സൈഡ് ആണ് പേയ്മെന്റ് നടന്നതെങ്കിലും ഇന്ത്യയിലാണ് ജോലി ചെയ്തതെങ്കിൽ ആ സാലറി ഇന്ത്യയിൽ അക്രൂ ചെയ്ത സാലറി ആയിട്ട് കണക്കാക്കും, ടാക്സ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ പെൻഷൻ, ക്ലിയർ ആണോ? ഇന്ത്യയിൽ റെൻഡർ ചെയ്തൊരു സർവീസിന് ആ ആൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ അയാൾ ഇപ്പോൾ വെളിയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് വെളിയിലാണ് അയാൾക്ക് അത് പേ ചെയ്യപ്പെടുന്നത്, എന്നാലും അത് ഇന്ത്യയിൽ എറൈസ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടും, ഇവിടെ ടാക്സ് ചെയ്യേണ്ടി വരും. സിമിലർലി ലീവ് സാലറി പെയ്ഡ് എബ്രോഡ് ഇൻ റെസ്പെക്ട് ഓഫ് ലീവ് ഏൺഡ് ഇൻ ഇന്ത്യ ഇസ് ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ക്ലിയർ ആണോ? അതായത് ലീവ് സാലറി അത് നമുക്ക് കിട്ടിയത് ഔട്ട്സൈഡ് ഇന്ത്യ, നമ്മൾ താമസിക്കുന്ന അവിടെ നമുക്ക് പേ ചെയ്യപ്പെട്ട, പക്ഷേ ഇന്ത്യയിൽ ചെയ്ത ജോലി അതുമായി ബന്ധപ്പെട്ട ലീവ് സാലറിയാണ്, അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ, സോ ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ടാക്സബിൾ ആണ്, ആ ഇൻകത്തിന് ഇന്ത്യയിൽ തന്നെ ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? അതാണ് അവിടെ പറയുന്നത്. Section 9 subsection 1 subclause 3 provides that salary payable by government to a citizen of India for service outside India shall be deemed to accrue or arise in India. ഇന്ത്യൻ സിറ്റിസണ് ഒരു സർവീസ് വെളിയിൽ ഒരു ഫോറിൻ കൺട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന സാലറി അത് ഇന്ത്യയിൽ തന്നെ അക്രൂവ് ആയി എന്നാണ് കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ എംബസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫോറിൻ കൺട്രീസിൽ, ക്ലിയർ അല്ലേ? അവർക്ക് ആരാ കൊടുക്കുന്നത്? അവർ ഗവൺമെൻറ് എംപ്ലോയീസാണ്, ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കൊടുക്കുന്ന സാലറി ഇറ്റ് ഇസ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, സോ ഇന്ത്യയിൽ തന്നെ ടാക്സബിളാണ്. പക്ഷേ അവർക്ക് കിട്ടുന്ന ഈ സാലറി സെഷൻ 10 സബ്സെഷൻ 7 പ്രകാരം
exempt ആണ്. Any allowance or perquisite paid or allowed outside India by government to a citizen of India for rendering service outside India will be fully exempt. കിട്ടുന്ന പൈസ മുഴുവനും exempt, ഒന്നിന് പോലും ടാക്സ് കൊടുക്കേണ്ട. എംബസിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഫോറിൻ കൺട്രിയിൽ ഇന്ത്യൻ എംബസിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഏതൊരു ആനുകൂല്യവും ശമ്പളവും ടാക്സ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം 10 subsection 7 പ്രകാരം exempt. പക്ഷേ ഇറ്റ് വിൽ ബി ഡീം ടു അക്രൂർ അറൈസ് ഇൻ ഇന്ത്യ, ബട്ട് ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 10 subsection 7 ഇറ്റ് ഈസ് ഫുള്ളി exempt. ക്ലിയർ ആണോ? ഇനി ഇൻഡിവിജ്വൽ അസസി ഹു ആർ നോട്ട് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആർ എൻടൈറ്റിൽഡ് ടു ദ ഫോളോയിങ് എക്സെപ്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റെമ്യൂണറേഷൻ ഓഫ് സാലറി റിസീവ്ഡ് ബൈ ദം അണ്ടർ സെക്ഷൻ 10(6). ക്ലിയർ അല്ലേ? ഇനി ഗവൺമെൻറ് എന്താ പറയുന്നത്, ഗവൺമെൻറ് കൊടുക്കുന്ന ഇൻഡിവിജ്വൽ അസസിയാണ് ഹു ആർ നോട്ട് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇൻഡിവിജ്വൽ അസസിയാണ്, പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ അല്ല. ക്ലിയർ അല്ലേ? അവർക്ക് ഗവൺമെൻറ് എന്തെങ്കിലും വെളിയിൽ കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവരും ഇന്ത്യയിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾസോ എക്സെപ്റ്റ് അണ്ടർ സെക്ഷൻ 10 subsection 6. ആ സെഷൻസ് ഒക്കെയാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. 10 subsection 7 എന്താ എക്സംഷൻ പറയുന്നത്, 10 subsection 6 എന്താണ് എക്സംഷൻ പറയുന്നത്, അതിനുശേഷം നമ്മൾ അതിന് മുന്നേ പഠിച്ചത് എന്താ, 10 subsection 10cc എന്താ എക്സംഷൻ പറയുന്നത്. ഇതൊക്കെയാണ് പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ സെൻറ്റൻസുകളൊക്കെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ സെക്ഷൻസ് എല്ലാം കാണാൻ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട എക്സംഷൻസ് എന്തൊക്കെയാണെന്ന് കാണാൻ പഠിക്കണം. അടുത്തത് റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ഒഫീഷ്യൽ ഓഫ് എംബസി. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. 10 subsection 7, 6 ഇത് രണ്ടിലാണ് ഈ പറഞ്ഞ ഫോറിൻ കൺട്രിയിൽ എംബസിയിലെയും അതുപോലുള്ള എന്താ പറയുന്നത് കോൺസുലേറ്റിലെയും ഒക്കെയുള്ള ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ റെമ്യൂണറേഷനെ പറ്റി പറയുന്നത്. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. സെക്ഷൻ 10 subsection 6 subclause 2 ആണ് നോക്കുന്നത്. റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ഒഫീഷ്യൽ ഓഫ് എംബസി എക്സെട്ര ഫോറിൻ സ്റ്റേറ്റ്. ക്ലിയർ ആണോ? ഫോറിൻ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽസിന് റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫോർ സർവീസ് ഓഫ് എൻ ഒഫീഷ്യൽ ഓഫ് എൻ എംബസി, ഹൈ കമ്മീഷൻ, legation, commission, consulate or the trade representation of a foreign state or a member of staff of any of this official is exempt. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അവർക്ക് ഇന്ത്യയിലായിരിക്കും പേ ചെയ്യപ്പെടുന്നത്, കാരണം അവർ ഇന്ത്യയിലുള്ള ആ ഫോറിൻ നേഷൻ്റെ എംബസിയിലെ ജോലിക്കാരാണ്. പക്ഷേ അവർക്ക് ഇന്ത്യയിൽ ഒരു സാലറി പേ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് എക്സെപ്റ്റ്. ക്ലിയർ ആണോ? യെസ്. അതിന് കണ്ടീഷൻസ് പറയുന്നുണ്ട്. കറസ്പോണ്ടിങ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനായിരിക്കണം അത് കിട്ടുന്നത്, ഫോറിൻ കൺട്രിയിൽ നിന്നായിരിക്കണം കിട്ടുന്നത്. ക്ലിയർ ആണോ? യെസ്. അവർ റെസിഡൻ്റ് ആയിരിക്കണം ആ ഫോറിൻ കൺട്രിയിൽ. The above mentioned member of staff should be the subject of respective countries represented and should not be engaged in any other business or professional employment in India. അവരവരുടെ നേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവർ മാത്രമായിരിക്കും ഇന്ത്യയിൽ വേറൊരു ബിസിനസ്സും അവർക്ക് ഉണ്ടാകരുത്. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ എംബസിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്ത് തരത്തിലുള്ള റെമ്യൂണറേഷൻ കിട്ടിയാലും സെക്ഷൻ 10 subsection 6 subclause 2 പ്രകാരം എക്സെപ്റ്റ് ആയിരിക്കും. അടുത്തത് റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫോർ സർവീസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ ആസ് ആൻ എംപ്ലോയി ഓഫ് ഫോറിൻ എൻ്റർപ്രൈസ്. ക്ലിയർ ആണോ? ഫോറിൻ എൻ്റർപ്രൈസിൻ്റെ ഒരു എംപ്ലോയി എന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്ത റെമ്യൂണറേഷൻ സെക്ഷൻ 10 subsection 6 subclause 4 പ്രകാരം എക്സെപ്റ്റ്. റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എ ഫോറിൻ നാഷണൽ ആസ് ആൻ എംപ്ലോയി ഓഫ് എ ഫോറിൻ എൻ്റർപ്രൈസ്, ഒരു ഫോറിൻ കമ്പനി, for service rendered by him during a stay in India is also exempt from India. For example, business ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് ഇന്ത്യയിലേക്ക് വരുന്നു. അയാൾ ഇവിടെ ഒരു 3 മാസം നിൽക്കുന്നു. 3 മാസം ഇയാൾ ഇവിടെ ചെലവഴിച്ചതിന് ഇയാൾക്ക് സാലറി പേ ചെയ്യപ്പെടുന്നു, ഇന്ത്യയിൽ തന്നെ സാലറി പേ ചെയ്യപ്പെടുന്നു. അത് എക്സെപ്റ്റ് ആണ്, കാരണം അയാൾ ഒരു ഫോറിൻ എൻ്റർപ്രൈസിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന് സർവീസ് റെൻഡർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അതിനും കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഫോറിൻ എൻ്റർപ്രൈസ് ഇസ് നോട്ട് എൻഗേജ് ഇൻ എനി ബിസിനസ് ഓർ ട്രേഡ് ഇൻ ഇന്ത്യ. ആ ഫോറിൻ എൻ്റർപ്രൈസ് ഇന്ത്യയിൽ യാതൊരു ട്രേഡും നടത്തുന്നവരായിരിക്കരുത്, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. അതുപോലെ ആ എംപ്ലോയി ഇന്ത്യയിൽ 90 ദിവസത്തിന് മുകളിൽ സ്റ്റേ ചെയ്യരുത്. അതാണ് ഞാൻ 3 മാസം എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ 90 ദിവസത്തിന് മുകളിൽ സ്റ്റേ ചെയ്യരുത്. അതിൽ താഴെ സ്റ്റേ ചെയ്താൽ ഈ എക്സംഷൻ അവൈലബിൾ. അത് മുകളിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അടയ്ക്കേണ്ടി വരും ടാക്സ്. The remuneration is not liable to the deduction from the employee's income chargeable to tax under the Act. Clear ആണോ? Yes. ഈ സിറ്റുവേഷൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എക്സംഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഇനി അടുത്തത് സാലറി റിസീവ്ഡ് ബൈ എ നോൺ സിറ്റിസൺ ഓർ നോൺ റെസിഡൻറ്റ് ഫോർ സർവീസ് റെൻഡേർഡ് ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെൻറ്റ് ഓർ ഫോറിൻ ഷിപ്പ്. ഒരു ഫോറിൻ ഷിപ്പിൻ്റെ ക്രൂ ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ റെമ്യൂണറേഷൻ കിട്ടി, പക്ഷേ അയാൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഇന്ത്യൻ റെസിഡൻറ്റും അല്ല. അങ്ങനെയാണെങ്കിൽ ആ സാലറി ഇൻകം കിട്ടിയത്
ക്ലിയർ ആണോ? എന്താണ്? എക്സംപ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? വേർ ഹിസ് ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡസ് നോട്ട് എക്സീഡ് 90 ഡേ. അയാളുടെ ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ 90 ഡേയ്സിൽ കൂടരുത്, എന്നാലേ എക്സംഷൻ കിട്ടുകയുള്ളൂ ഇൻ ദ പ്രീവിയസ് ഇയർ. ഈ രീതിയിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? അടുത്തത്, റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ഫോറിൻ ഗവൺമെന്റ് എംപ്ലോയി ഡ്യൂറിംഗ് ദെയർ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ സ്പെസിഫൈഡ് ട്രെയിനിങ്. സ്പെസിഫൈഡ് ട്രെയിനിങ്ങിന് വേണ്ടി ഫോറിൻ ഗവൺമെന്റിന്റെ എംപ്ലോയി ഇന്ത്യയിൽ സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്ത സമയത്ത് അയാൾക്ക് റെമ്യൂണറേഷൻ കിട്ടി. ക്ലിയർ ആണോ? അയാൾ ഇവിടെ ഒരു ട്രെയിനിങ്ങിന് വന്നു, അതിനുവേണ്ടി അയാൾക്ക് റെമ്യൂണറേഷൻ കിട്ടി. എനി റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എംപ്ലോയീസ് ഓഫ് ഫോറിൻ ഗവൺമെന്റ് ഫ്രം ദെയർ റെസ്പെക്റ്റീവ് ഗവൺമെന്റ് ഡ്യൂറിംഗ് ദെയർ സ്റ്റേ ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഫ്രം ടാക്സ് ഈഫ് സച്ച് റെമ്യൂണറേഷൻ റിസീവ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദെയർ ട്രെയിനിങ് in any establishment or office of or in any undertaking owned by the government. Government undertakingലാണ് ട്രെയിനിങ് നടന്നതെങ്കിൽ, any company wholly owned by central or state government. സ്റ്റേറ്റ് ഗവൺമെൻറ് wholly or എന്താ പറയുക ഓൺ ചെയ്യുന്ന, സെൻട്രലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ wholly ഓൺ ചെയ്യുന്ന കമ്പനിയിലാണ് ട്രെയിനിങ് നടന്നതെങ്കിൽ, or jointly by central and one or more state government, or any company which is subsidiary of a government referred to in company referred to in B. ക്ലിയർ അല്ലേ? ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം അല്ലെങ്കിൽ അണ്ടർടേക്കിംഗിലായിരിക്കണം ട്രെയിനിങ് നടന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫുള്ളി ഓർ പാർഷ്യലി ഓൺ ചെയ്യുന്ന കമ്പനിയിലായിരിക്കണം ട്രെയിനിങ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് ഓൺഡ് കമ്പനിയുടെ സബ്സിഡിയറിയിലായിരിക്കണം ട്രെയിനിങ് നടന്നിട്ടുണ്ടാവുക. എന്നാൽ മാത്രമേ അയാൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? എക്സംഷൻ കിട്ടത്തുള്ളൂ ആസ് പെർ സെക്ഷൻ 10 സബ്സെക്ഷൻ 6 സബ് ക്ലോസ് 11. ഓക്കെ ആണോ? യെസ്. എനി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള എനി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, അതുപോലെ എനി സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860, ഇവിടെയൊക്കെ ട്രെയിനിങ് കൊടുത്തത് ഇവിടെയൊക്കെ ആയിരിക്കണം, എന്നാലേ എക്സംഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. Exemption under section 10(6) and 10(7) would be available to an assessee irrespective of the regime under which he paid tax. ഏത് റെജീമിലാണ് അവർ ടാക്സ് പേ ചെയ്യുന്നത്? ഡിഫോൾട്ട് റെജീമാണോ ഓപ്ഷൻ റെജീമാണോ എന്ന് നോക്കത്തില്ല. സെക്ഷൻ 10(6) ആൻഡ് 10(7) പ്രകാരമുള്ള എക്സംഷൻസ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പം ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയത്. അപ്പോൾ എന്താ നമ്മൾ നോക്കിയത്? നമ്മൾ സാലറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് നോക്കിയത്. ആദ്യം പറഞ്ഞ 3 സെഷൻ, ചാർജബിലിറ്റി സെക്ഷൻ 15, ഡിഡക്ഷൻ സെക്ഷൻ 16, മീനിങ് സെക്ഷൻ 17. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്ന് ആരും കൺസിഡർ ചെയ്യത്തില്ല. എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ, പല എംപ്ലോയേഴ്സ് ഉണ്ടെങ്കിൽ അത് ക്ലബ് ചെയ്ത് ഒരൊറ്റ ഇൻകം ആയിട്ട് ഹെഡ് ഓഫ് ഇൻകം ഫ്രം സാലറി കാണിക്കുക. പിന്നെ നിങ്ങൾ വേണ്ടാന്ന് വെച്ച സാലറി ആണെങ്കിലും അത് സാലറി ഇൻകത്തിൽ കൂട്ടും. പക്ഷേ നിങ്ങൾ സറണ്ടർ ചെയ്ത സാലറിയാണ്, സറണ്ടർഡ് ആസ് പെർ സെക്ഷൻ 2 ഓഫ് വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി ആക്ട് 1961 ആണെങ്കിൽ അത് നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി ടാക്സ് ഫ്രീ സാലറിയാണ് പേ ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? പേ ചെയ്ത ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സാലറി പ്ലസ് നിങ്ങൾക്ക് വേണ്ടി എംപ്ലോയർ പേ ചെയ്ത ടാക്സ് രണ്ട് നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻകത്തിൽ കാണിക്കണം. പക്ഷേ പേ ചെയ്ത ടാക്സ് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 CC പ്രകാരം എക്സംപ്റ്റഡ്, അതിൻ്റെ മേൽ ടാക്സ് അടയ്ക്കേണ്ട. ക്ലിയർ ആണോ? ഇനി പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി എവിടെ അക്രൂ ചെയ്യുന്നത് അതിനനുസരിച്ച് ടാക്സബിലിറ്റി വരുന്നത്. നിങ്ങൾക്ക് വെളിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സാലറി കിട്ടി, അതെന്ത് ചെയ്യാം? അത് ഇന്ത്യയിൽ അറൈസ് ചെയ്തു എന്ന് ഡീം ചെയ്ത് ഇന്ത്യയിൽ തന്നെ അത് ടാക്സ് ചെയ്യപ്പെടും. അതിൻ്റെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, 2 എക്സംഷൻ, സെക്ഷൻ 10 സബ്സെക്ഷൻ 6ഉം സബ്സെക്ഷൻ 7ഉം, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇൻകം ഫ്രം സാലറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ടോപ്പിക്സുമായിട്ട് നമുക്ക് വരുന്ന സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.